Behind every beautiful home, there is a beautiful journey. From plants and tiles to smiles and memories. Welcome to Framex Home Stories. ഡബ്ലിൻ കൗണ്ടിയിലുള്ള ന്യൂ കാസലിലെ മേസൺ ക്രോസ് എസ്റ്റേറ്റിലെ 500,000 യൂറോസിൻ്റെ ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ദിസ് ഹോം ഹാസ് എ കാം ആൻഡ് എലഗൻറ്റ് ഫീൽ ദ മൊമെൻറ്റ് യു സ്റ്റെപ്പ് ഇൻ. ഇവിടെ ഒരു സോഫ്റ്റ് ലക്ഷറി ഉണ്ട്. നത്തിങ് ഈസ് ടു ലൗഡ് ബട്ട് ഇറ്റ് ഹാസ് എ പ്രീമിയം ഫീൽ. ആൻഡ് ഇതൊരു മിനിമൽ ആയിട്ട് തോന്നും, ബട്ട് ഇറ്റ് ഹാസ് ദ റൈറ്റ് ടച്ച് ഓഫ് റിച്ച്നെസ്. ഇവിടെ എനിക്കൊരു സെൻസ് ഓഫ് ബാലൻസും കിട്ടുന്നുണ്ട്. എവറിത്തിങ് ഹിയർ വർക്ക്സ് ടുഗെദർ. ഞാനിപ്പോൾ ഉള്ളത് ജാക്സൺ ചേട്ടൻ്റെയും ആൻസി ചേച്ചിയുടെ വീട്ടിലാണ്. സോ നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. ഹായ് ചേച്ചി, ചേട്ടാ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പോൾ ഒരു വീടെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നമാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇവിടെ വന്നിട്ട് സ്വന്തമായിട്ടൊരു വീട് എടുക്കുക, ആ ഒരു ഡിസിഷനിലേക്ക് എത്തിയത്? നമ്മൾ ആക്ച്വലി അങ്ങനത്തെ ഒരു പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടുത്തെ ഒരു പൈസയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ ആദ്യമേ വന്നിട്ടുണ്ടായിരുന്നില്ല. എത്ര നാളായി ചേട്ടൻ അയർലൻഡിൽ വന്നിട്ട്? ഞാനിപ്പോൾ വന്നിട്ട് 4 വർഷമായി. ചേച്ചി? ഓക്കെ. അപ്പോൾ അത്രയും നാള് എടുത്തിട്ടാണ് നിങ്ങളൊരു സ്വപ്നത്തിലേക്ക് എത്തിയത്? അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഡബ്ലിൻ ഏരിയയിലാണല്ലോ. അപ്പോൾ ഓരോ വർഷം ചെല്ലുന്തോറും റെന്റ് ഇങ്ങനെ കൂടി വന്നപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു വീടായി കഴിഞ്ഞാൽ റെന്റിനുള്ള പൈസ തന്നെയാണല്ലോ നമ്മൾ അടിക്കുന്നത്. അപ്പോൾ പിന്നെ അവസാനം നമുക്കൊരു അസറ്റായിട്ട് മാറുമല്ലോ ഒരു വീടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തു. കാരണം ആദ്യത്തെ 3 വർഷം ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായില്ല. പിന്നെ പിള്ളേരൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മീൻസ് ഇവിടെ തന്നെ സെറ്റിലായി, ഇവിടെ ഒരു വീടായി ആക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഈ വീടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ ഇതുപോലെ ആയിരിക്കണം വീട്, അതായത് ഇന്ന ടൈൽസ് ആയിരിക്കണം അല്ലെങ്കിൽ ഇന്ന കളർ തീം ആയിരിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റെഫറൻസ് ഉണ്ടായിരുന്നോ? അതെന്ന് വെച്ചാൽ ഞങ്ങൾ പൊതുവേ ഡാർക്ക്നെസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരില്ല. അപ്പം ഞങ്ങൾ ടൈല് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഞങ്ങൾ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കുന്ന ടൈൽസ് വേണമെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വീടിൻ്റെ തീമും ഒരു ലൈറ്റർ ബ്രൈറ്റർ ഡിസൈനിങ് ഫീൽഡ് ആയതുകൊണ്ട് പുള്ളിക്ക് കുറേ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ വന്നപ്പോൾ എല്ലാവരും കൂടി നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്ന വിചാരിച്ചില്ല. ഞാൻ ആക്ച്വലി നോക്കിയിരുന്നത് വൈറ്റിൽ ഗ്രേ ലൈൻസ് ആകുന്നു. അങ്ങനെ ഷോപ്പിൽ വന്ന് ഞാൻ 1-2 പ്രാവശ്യം ടൈലക്സിലാണ് ടൈലക്സിൽ വന്നിട്ട് ഞാൻ 1-2 പ്രാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ വൈറ്റിൽ ഗ്രേ ലൈൻസ് നോക്കി. ഈ ടൈലൈൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ പിന്നെ ടൈലൊക്കെ ഇട്ട് വന്നപ്പോൾ എല്ലാം വുഡ് മാച്ച്, സോഫ മാച്ച്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ലൈൻസ് എന്നുള്ളത് നിങ്ങളുടെ പ്രിഫറൻസിൽ ഉണ്ടായിരുന്നില്ല? വൈറ്റ് ബേസ് ആക്കണം? വൈറ്റ് ബേസ് ആക്കണം. കാരണം ഇവിടുത്തെ ഒരു കാലാവസ്ഥയിൽ നമുക്ക് എന്തായാലും ഒരു 6 മാസം എന്തായാലും ഇവിടെ എന്തായാലും ഭയങ്കര ഡാർക്കാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ബ്രൈറ്റ് ആവണം. വൈറ്റ് എന്തായാലും നമ്മുടെ പ്രിഫറൻസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ടൈല് ചൂസ് ചെയ്ത് ചേട്ടൻ തന്നെയാണോ അല്ലെങ്കിൽ അവിടെ സ്റ്റാഫ് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു? പുള്ളി അവിടെ ഞാൻ മെയിനായിട്ട് എനിക്ക് സനീഷ് പുള്ളി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ എന്തായാലും അപ്പോൾ സനീഷ് ചേട്ടനാണ് ഇതൊന്ന് ഹെൽപ്പ് ചെയ്തത്. ഞാൻ പുള്ളി നമ്മുടെ ഒരു ഐഡിയ ചോദിച്ചിരുന്നു. അപ്പോൾ വൈറ്റിൽ ഗ്രേ ലൈൻസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം. പിന്നെ ഇത് കണ്ടപ്പോൾ ഇത് കുറച്ചും കൂടിയും പിന്നെ കുറെ സ്ഥലത്ത് ഇട്ടിരിക്കുന്ന ഫോട്ടോസും പുള്ളിനെ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഇത് ഒരു പീസായിട്ട് കാണുന്നതും ഇട്ട് കാണുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു വൈറ്റിൽ എനിക്ക് കുറച്ചും കൂടിയും ലൈൻസ് കുറവ് വേണം എന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതാണ് ഉള്ളതിൽ ഏറ്റവും ലൈൻസ് കുറവുള്ളത്. അപ്പൊ വൈറ്റും ഗ്രേ ഇട്ടപ്പോഴും അതിൽ ഗ്രേ ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ഇത് ചൂസ് ചെയ്തു. അപ്പോൾ ഈ വീട് മൊത്തത്തിൽ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു വൈറ്റ് ആൻഡ് ഗോൾഡൻ തീമാണ്. അപ്പം അതെങ്ങനെയാണ് മൊത്തം വീട് അങ്ങനെ ഒരു തീമിലേക്ക് വരാനായിട്ട്? എന്തായിരുന്നു അതിന്റെ റീസൺ? അത് അങ്ങനെ ഈ കർട്ടൻസും അതൊക്കെ പിന്നെ ഞാൻ മാച്ച് ചെയ്തെടുത്തതാണ്. ഈ സോഫയൊക്കെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ പ്രിഫർ ചെയ്തൊരു ഗ്രീൻ പോലെയായിരുന്നു. പക്ഷേ നമ്മൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട്, ഡിമ്മായി പോകുന്നത്. ഞങ്ങൾ പിന്നെ ഇത് ചൂസ് ചെയ്തു. ഇതിപ്പോ മൊത്തം ഒരു ഗോൾഡൻ തീമിലായി. പിന്നെ വുഡും ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൾറെഡി ടൈൽ ഇട്ട് കഴിഞ്ഞിട്ടാണ് വുഡിന്റെ പാനൽസ് ഒക്കെ അവർ ചൂസ് ചെയ്തത്. അപ്പോൾ ഫുൾ ഒരു വൈറ്റ് ആൻഡ് ഗോൾഡൻ തീമില് അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ആയിപ്പോയതാണ്. ചേട്ടാ, ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ടുള്ള ഒരു വലിയ ക്ലോക്കാണ്. അപ്പൊ അതിന്റെ പിന്നിലെ സ്റ്റോറി എന്താണ്? അത് ഞങ്ങൾ
കുറേ ഓൺലൈനിൽ തപ്പി. എന്തായാലും ഒരു ക്ലോക്ക് വേണമെന്നുണ്ടായിരുന്നു. ഓൺലൈനിൽ ഇവിടെ നമ്മൾ തപ്പിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുപോലെ നമുക്കൊരു ഗുമ്മിട്ടത്തെ ക്ലോക്ക്സ് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ പുള്ളിക്കാണെങ്കിൽ പിന്നെ കുറച്ചുകൂടി ഡിസൈനിങ് ഫീൽഡ് ആയതുകൊണ്ട് പുള്ളിക്ക് കുറേ ഇമാജിനേഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ പുള്ളി കുറേ നാട്ടിൽ തപ്പി അവസാനം കിട്ടിയതാണിത്. അപ്പൊ ചേട്ടൻ എല്ലാ കാര്യങ്ങളും വീട്ടിലേക്ക് വേണ്ട ഓരോ കാര്യങ്ങളും അത്രയും സെലക്റ്റീവ് ആയിട്ട് ചിന്തിച്ചിട്ടാണ് ഒരുപാട് സപ്ലയേഴ്സും ഇതൊക്കെ ഇങ്ങനെ നോക്കിയായിരുന്നു. ക്ലോക്ക് ഇവിടെ തന്നെ ക്ലോക്കിനും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ടൈലും എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബഡ്ജറ്റും പിന്നെ നമുക്ക് കാണാനും കൂടി കുറച്ച് ഭംഗി വേണമല്ലോ. അതായത് ബഡ്ജറ്റും ഡ്യൂറബിലിറ്റിയും അതിന്റെ ക്വാളിറ്റിയും അനുസരിച്ചിട്ടാണ് ചേട്ടൻ എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്തത്. അപ്പൊ എങ്ങനെയാണ് ടൈലക്സിലേക്ക് എത്തിയത്? അത് എനിക്ക് തോന്നുന്നു കുറേ സ്ഥലത്ത് പുള്ളി പോയി നോക്കിയായിരുന്നു. അതിൽ ഏറ്റവും നല്ലൊരു സ്ഥലം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടത് ടൈലക്സ് ആയതുകൊണ്ട് അവിടെ നിന്ന്. അല്ല, ഇത് മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി എന്നതിലപ്പുറം നമ്മുടെ ഒരു ആളായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി ഉണ്ട്. അതുണ്ടല്ലോ. ഇപ്പൊ നമ്മളെപ്പോ വിളിച്ചാലും പുള്ളിനെ പേരെടുത്ത് തന്നെ പറയണം സനീഷിനെ. കാരണം നമ്മളെപ്പോ വിളിച്ചാലും അത് ബില്ല് വരെയും കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളൊരു സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഈ സാധനം ഇന്ന ദിവസം വരും, ഈ സാധനം ഇത്ര സ്റ്റോക്ക് ഉണ്ട്, അത് നമ്മൾ വേണ്ട പോലെ ചെയ്തോളാം, ഇന്ന രീതിയിൽ ഡീൽ ചെയ്താൽ മതി. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എല്ലാം കൊണ്ടും ചേട്ടൻ സാറ്റിസ്ഫൈഡ് ആണ്. അതായത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും. അപ്പൊ ഇനി ആരെങ്കിലും വീഡിയോ എടുക്കാൻ വരുമ്പോ ചേട്ടൻ എന്തായിരിക്കും അവർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ്? ഒന്ന് രണ്ട് പേര് നമ്മുടെ റെഫറൻസിൽ പോയായിരുന്നു. കാരണം ഇവിടെ ഈ എസ്റ്റേറ്റിൽ തന്നെ വീട് കാണാൻ വരുന്നവർക്ക്, കാരണം ഇത് കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ട് ലാസ്റ്റ് എൻഡ് ചെയ്തിട്ട് ഒന്ന് രണ്ട് പേര് ഇവിടെ കയറി നോക്കിയായിരുന്നു. കൊടുത്തിട്ട് ഇങ്ങനെ കൊടുത്തായിരുന്നു. പിന്നെ ഇവിടെ ഹൗസ് വാമിംഗ് വെച്ചപ്പോഴും കുറെ പേർക്ക് ഇഷ്ടമായിരുന്നു. അവരോട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വീട് വെച്ച ആൾക്കാർ മീൻസ് ഈ വീട് വെച്ചിട്ട് മീൻസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഞങ്ങൾ കുറെ, ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഇടയ്ക്ക് വരാറുണ്ട്. വന്ന് വരാൻ പറ്റാത്തവരൊക്കെ വരുമ്പോൾ തന്നെ അവർ ചോദിക്കുക എവിടെ നിന്നാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ടൈലക്സ് തന്നെ പറയാറ്. എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, നിങ്ങളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലോസി ടൈൽസ് ആണ്. എന്തുകൊണ്ടാണ് ഗ്ലോസി? ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ നമുക്ക് ഗ്ലോസി വരുന്നുണ്ട്, മാറ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഗ്ലോസി ചൂസ് ചെയ്യാൻ കാരണം? അത് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത് ഒരു 15 വർഷമായിട്ട്. മാറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റ് ഇഷ്ടമുള്ളവരുണ്ടാവും, അത് കാണുന്നതിനപ്പുറം ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. നമ്മളിത് തുടക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം കൊണ്ടാണ് കൂടുതലായിട്ടും. ഓഫ് കോഴ്സ് അവർ പറയും നിങ്ങൾക്ക് മാറ്റാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ മാറ്റ് എടുക്കാം. പക്ഷേ അതൊരു ഇപ്പോൾ ഒരു പേഴ്സൻറ്റേജ് വൈസ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്ത ഒരു 100% ക്ലീൻ ആവുന്നുണ്ടെങ്കിൽ അതൊരു 80% ഒക്കെ അതിൽ ഇങ്ങനെ ഗ്രെയിൻസ് ഉള്ളതുകൊണ്ട് അതിലിങ്ങനെ പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഗ്ലോസി ആവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്മൂത്ത് സർഫേസ് ആണ്. അപ്പോൾ ക്ലീനിങ് കുറച്ചും കൂടി എളുപ്പമാണ്. എന്ന് വെച്ചാൽ മാറ്റ് ബുദ്ധിമുട്ടാണെന്നല്ല, പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. ഗ്ലോസിയുടെ അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത് ഗ്ലോസിയിലാണ്. നിങ്ങൾക്ക് തുടക്കം തൊട്ടേ ഒരു ബ്രൈറ്റർ സ്പേസ് ആയതുകൊണ്ട് തന്നെ. പിന്നെ പിള്ളേരൊക്കെ ആയതുകൊണ്ട് എപ്പോഴും മെസ്സി ആയിട്ട് കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ കൺവീനിയന്റ് ഈ ഒരു മെയിനായിട്ട് ഞങ്ങൾ ടൈല് ചൂസ് ചെയ്യാൻ. തീരെ പൊടി പിള്ളേരാ, അപ്പൊ പിന്നെ എന്തായാലും നമുക്ക് അതിനേയും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി. പിന്നെ ഇവിടെ സ്റ്റെയർ കേസിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്റ്റെപ്പാണ്. അങ്ങനെ എല്ലായിടത്തും കണ്ടുവരാത്തൊരു പുതിയ രീതിയാണ്. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് എൻഡപ്പ് ചെയ്തത്? അത് ഞാൻ ആക്ച്വലി അവരുടെ അടുത്തൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ചോദിച്ചത് സ്റ്റെപ്പിന് വേണ്ടി മാത്രം. സനീഷും അത് തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. പിന്നെ മുകളിലേക്ക് ഓഫ് കോഴ്സ് ഇവിടെയൊക്കെ ലൈറ്റ് ആകുമ്പോൾ നമ്മൾ ഈ ഒരു ഷെയ്ഡ് ഇതിൻ്റെ ഒരു മാച്ച് ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, അത് സ്റ്റോക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ അത് തന്നെ വേണമെന്നും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ലൈറ്റർ ഷെയ്ഡ് തന്നെയാണ് പിടിച്ചിരുന്നത്. അപ്പോൾ സനീഷ് പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഒന്ന് ബ്രേക്ക് ചെയ്യാം, രണ്ടും സ്റ്റെപ്പും മുകളിലത്തെ ഫ്ലോറും തമ്മിലൊന്ന് ബ്രേക്ക് ചെയ്യാം, രണ്ട് കളറാകുമ്പോൾ കുറച്ചും കൂടി വ്യത്യാസം വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നമുക്കത് കിട്ടിയില്ല. പക്ഷെ പിറ്റേ ദിവസം തന്നെ അവർ വന്നിട്ട് ഈ ഞാൻ ചൂസ് ചെയ്തത് തന്നെ അവർ ചൂസ് ചെയ്തായിരുന്നു. പിന്നെ അത് ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹാൻഡ് റെയിലും നമ്മുടെ സ്റ്റെപ്പും എല്ലാം ഒരു കളറിൽ എക്സാക്ട്ലി മാച്ച് ആയിട്ട് പോയി. അതെങ്ങനെ മാച്ചായെന്ന് ഒരു പിടുത്തമില്ല. ഹാൻഡ് റെയിലൊക്കെ നമ്മുടെ ബിൽഡർ തന്നിരിക്കുന്നതാണല്ലോ, പക്ഷെ അതായിട്ട് ആ ഒരു വീടിന്റെ തീമായിട്ട് അത് മാച്ച് ആയിപ്പോയി. ഇപ്പൊ പൊതുവെ എല്ലാവരും കാർപ്പറ്റ്സ് ഒക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആ ഒരു സ്റ്റെപ്പിന്റെ ആ ഒരു മോഡൽ ചൂസ് ചെയ്യാൻ കാരണം? അതിന്റെ ഒരു യൂണിക്നെസ് കൊണ്ടാണ്. കാർപ്പറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടം ഉണ്ടാവും, അത് ഓഫ് കോഴ്സ്. പക്ഷേ ഇതിന്റെ ഒരു ഡ്യൂറബിലിറ്റി എന്ന് പറയുമ്പോൾ കാർപ്പറ്റിന്റെ അകത്ത് എന്തായാലും പൊടി പിടിക്കും.
അത് നമുക്ക് ഈ അലർജി പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ഡസ്റ്റ് അലർജി ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ബുദ്ധിമുട്ടായി. പിന്നെ പിള്ളേർക്കും ഉണ്ട് അങ്ങനെ തന്നെ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വെള്ളം വീണാൽ പ്രശ്നമാണ്, ക്ലീനിങ് ഒക്കെ കുറച്ചുകൂടി ഡിഫിക്കൽട്ടി ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് പിന്നെ എനിക്ക് ഈ ഞാൻ ആകെ ഒരു കാര്യം നോക്കിയിരുന്നത് പ്രൊഫൈല് പോലെ ബെൻഡ് ചെയ്ത് നിൽക്കരുത്, സ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഹൈ ആണ്. പിന്നെ ഭയങ്കര ഷാർപ്പ് എഡ്ജും പാടില്ല എന്ന് പറഞ്ഞിരുന്നു അവരുടെ അടുത്ത്. അപ്പൊ ഈ ഒരു സാധനം ഇതൊരു ഒറ്റ പീസിൽ വരുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ തന്നെ ഒരു ഫിനിഷിംഗ് കിട്ടുന്നുണ്ട്, ഒരു ഫൈൻ ഫിനിഷിംഗ് കൊടുക്കുന്നുണ്ട്, ഒരു ക്ലാസ്സിൽ ഒരു പീസ് ഇട്ട പോലെ തോന്നില്ല നമുക്ക്. ഇതൊരു ഒറ്റ പീസായിട്ട് ഞാൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ കണ്ടിരുന്നു. അപ്പൊ അത് നല്ല വൃത്തിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ഒരു ക്ലാസി ടച്ചായിട്ട് നല്ല നല്ല ഫിനിഷിംഗിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഓവറോൾ ഇപ്പം ഈ ഒരു വീടിന്റെ ഫുൾ തീം നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ നിങ്ങൾക്ക് അതേ ക്വാളിറ്റിയിൽ കിട്ടി. നമ്മൾ വിചാരിച്ചതിനും നന്നായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓവറോൾ എന്താണ് ഈ ഒരു എക്സ്പീരിയൻസ് വിത്ത് ടൈലക്സ്? നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം ഇപ്പൊ ഇന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് പറ്റണാണെന്നുണ്ടെങ്കിൽ ഇന്ന് സനീഷ് അത് ചെയ്തു തരും. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരുന്നത്. അതായത് ഇന്ന് പുള്ളി പിന്നെ ഈവൺ ഓഫീസ് ടൈം അല്ലാന്നുണ്ടെങ്കിൽ പോലും പുള്ളി തന്നെ അല്ലാതെയും പുള്ളി അങ്ങനെ ഈ ബിസിനസ് എന്നുള്ള അല്ലാതെ പുള്ളി ഇടക്ക് വിളിക്കും. അല്ലാതെ ത്രൂ ഔട്ട് ആ ഒരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ജോലി കഴിഞ്ഞ് അങ്ങനെ അല്ലാതെ നമുക്ക് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓവറോൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെന്താ, ഉറപ്പായിട്ടും. നിങ്ങൾ വന്നപ്പോ തൊട്ട് ഡബ്ലിനിൽ തന്നെയായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു എസ്റ്റേറ്റ്, ഇപ്പൊ ഇതെന്ന് പറഞ്ഞ ന്യൂ കാസൽ ആണ്, മാസൺ ക്രോസ് ആണ്, എങ്ങനെയാണ് ഈ ഒരു എസ്റ്റേറ്റിലേക്ക് എൻഡപ്പ് ചെയ്തത്? പൊതുവെ ഞങ്ങൾ വീട് നോക്കി തുടങ്ങിയപ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഡബ്ലിൻ തന്നെ വേണമെന്ന്. കാരണം ഫർദർ അവസാനം ലേറ്റ് കുറച്ചുകൂടി കഴിഞ്ഞാലും പിള്ളേരെ വന്ന് ഇവിടെ തന്നെ പഠിക്കേണ്ടി വരുമല്ലോ. മീൻസ് നമ്മൾ എന്ത് കാര്യത്തിനും ഡബ്ലിനാണ് അവർ പറയുന്നത് ബേസ് ആയിട്ട്, കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എല്ലാത്തിനും. പിന്നെ എൻ്റെ വർക്ക് പ്ലേസ് ആയാലും പുള്ളിയുടെ വർക്ക് പ്ലേസ് ആയാലും ഡബ്ലിൻ തന്നെയാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറണമെന്നില്ല. എക്സ്പെൻസീവ് ആണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറണമെന്നില്ല. അപ്പൊ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് വന്നിരുന്നത്? പ്രൈസ് റേഞ്ച് ഒരു 500,000 ആ ഒരു റേഞ്ചിലാണ് ഇവിടെ ഇപ്പോ. ഡബ്ലിൻ എനിക്ക് തോന്നുന്നു ആ ഏരിയയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ചും കൂടി. പിന്നെ ഞങ്ങൾ 1-2 സ്ഥലത്ത് നോക്കിയിരുന്നു. അപ്പോൾ നമുക്ക് പാർക്കിംഗ് കൂടിയും ഞങ്ങൾ നോക്കിയിരുന്നു. അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള പാർക്കിംഗ് ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറൊരു എസ്റ്റേറ്റിൽ നോക്കിയിരുന്നു ഇതുപോലെ തന്നെ. അവിടെ ഞങ്ങൾ ഏകദേശം വീട് ഉറപ്പിച്ചതുമായിരുന്നു. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിംഗ് നമ്മൾക്ക് 2 പാർക്കിംഗ് ഉണ്ട്, പക്ഷെ അത് ഇന്ന സ്ഥലം എന്നില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും കാർ പാർക്ക് ചെയ്യാം, പക്ഷെ അത് തിരിച്ചും വേറെ ആൾക്കാർ അങ്ങനെ പാർക്ക് ചെയ്യും. അതും നമ്മുടെ ഡ്രൈവ് വേ അല്ല. നമ്മളിപ്പോ ലേറ്റ് ആയിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്, നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് വേറെ വണ്ടിയുണ്ട്. അപ്പൊ നമുക്ക് അവരോട് മാറ്റാൻ പറയാൻ പറ്റില്ല. കാരണം ഓൾറെഡി ഇത് പബ്ലിക് പാർക്കിംഗ് ആയിട്ടാണ് അവർ കൊടുത്തേക്കുന്നത്. നമുക്ക് പാർക്കിംഗ് ഉണ്ട്, പക്ഷെ എവിടെയെങ്കിലും നമുക്ക് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ പെയ്ഡൊന്നുമല്ല, പക്ഷെ അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ നോക്കി എന്നിട്ട് ഡബ്ലിനിൽ പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ളത് ഇവിടെയാണ്. അപ്പൊ ആ ഒരു ഹൗസ് ഹണ്ടിങ് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അല്ലെങ്കിൽ? ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നെ നമ്മളൊരു ട്രാക്കിലേക്ക് എത്തുമല്ലോ. പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് ഇന്ന സ്ഥലത്തൊക്കെ പിന്നെ എല്ലാ ബിൽഡേഴ്സിന്റെ അടുത്തും രജിസ്റ്റർ ചെയ്യുക, പട്ടണത്തോടത്തൊക്കെ പോയി വീട് കാണുക. അതന്നെ. പിന്നെ ആരെങ്കിലൊക്കെ ആയിട്ട് വിളിക്കുമല്ലോ, അപ്പൊ അവരെയൊക്കെ പോയി അവിടെയൊക്കെ വീടൊക്കെ കണ്ടു എങ്ങനെയൊക്കെയാണ്. പിന്നെ നമുക്ക് റിസോഴ്സസ് എല്ലാം വേണമല്ലോ, സ്കൂള് വേണം, ഹോസ്പിറ്റല്, എല്ലാം. അതെല്ലാം ഒത്തു വന്നൊരു സ്ഥലം ഇതായിട്ട് ഞങ്ങൾക്ക് തോന്നിയായിരുന്നു മറ്റേ കണ്ട എസ്റ്റേറ്റിനേക്കാളും മുമ്പത്തേനെക്കാട്ടിലും. അപ്പൊ ആ ഒരു നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു എസ്റ്റേറ്റും എല്ലാ രീതിയിലുള്ള പ്രൈസ് റേഞ്ചും എല്ലാം നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ചെറിയൊരു എസ്റ്റേറ്റ് ആണ്, അപ്പൊ നമുക്ക് കുറച്ചും കൂടി അതുപോലെ ഒരുപാട് ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ട്, ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല. പിന്നെ അധികം നമുക്ക് അങ്ങനെ പേടിക്കാൻ അങ്ങനെ സേഫർ പ്ലേസ് ആണ്, ക്രൗഡർ അല്ല, ഭയങ്കര വലിയ എസ്റ്റേറ്റ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഡബ്ലിനിൽ അങ്ങനെ ഒരു സ്ഥലത്താകുമ്പോൾ കുറച്ചുകൂടി കാരണം ഡബ്ലിൻ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഒരു ക്രൗഡർ ആയിട്ടുള്ള ഒത്തിരി ഒച്ചയനക്കവും ഉള്ള. ഇവിടെ അങ്ങനെ ക്രൗഡഡ് അല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതൊരു വലിയ ലക്കാണ്. പിന്നെന്താ, എല്ലാം കൊണ്ട് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്പേസും കിട്ടി. അതെ. ചേച്ചി, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ചേട്ടൻ. അപ്പൊ എന്തായാലും ഇപ്പൊ പുതിയൊരാളെ വരവേൽക്കാൻ പോവാണ്. അപ്പൊ അതും ഒരു പുതിയ വീട്ടില് പുതിയൊരു തുടക്കമാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കാരണം കുഞ്ഞുമാവ് ഇനി വരാൻ പോവാണ്, വരുന്നതാണെങ്കിൽ ഒരു പുതിയ വീട്ടിലേക്കുമാണ്. അത് ഞങ്ങള് അതും കൂടി കണക്കാക്കി. കാരണം ഞങ്ങള് എങ്ങനെയെങ്കിലും ഡെലിവറിക്ക് മുന്നേ
പുതിയ വീട്ടിലോട്ട് കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പുതിയ ആൾ വരുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച്. പക്ഷെ അതെല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു പ്രോംപ്റ്റ് റെസ്പോൺസിലും അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം പെട്ടെന്നായിരുന്നു. അതായത് വീട് കിട്ടി പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ റിലാക്സ്ഡ് ആണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വീട് പ്ലാൻ ചെയ്ത സമയത്ത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല ഇങ്ങനെ ആളെ. പക്ഷെ അത് ദൈവം അതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് അതിന് തന്നു. പിന്നെ പുതിയ വീട്ടിലോട്ട് പുതിയൊരാളും കൂടി ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ ബ്ലെസ്ഡ് ആണ്. ഇപ്പൊ ഞങ്ങള് അതെ, വളരെയധികം ബ്ലെസ്ഡ് ആണ്. കാരണം ഇപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വാവൻ. ഞങ്ങൾ പ്ലാൻ ചെയ്ത് വീടൊക്കെ വാങ്ങിച്ച് സാവധാനം നമുക്ക് പ്ലാൻ ചെയ്തൊക്കെ ചെയ്യും. പക്ഷെ അതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ദൈവം തരാൻ വേണ്ടി. പക്ഷെ അതും നല്ലൊരു ടൈമിംഗ് ആയിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ കയറി കഴിയുമ്പോൾ പിന്നെ നമുക്ക്, കാരണം ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. കാരണം നമ്മളെന്താ എങ്ങനെ പോയാലും റെന്റഡ് ഹൗസ് ആണല്ലോ. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ഇതിപ്പോ നമ്മുടെ സ്വന്തമാവും, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ. ആ ഒരു ഓൺ സ്പേസും ആണ്. ഇനിയിപ്പോ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു ഫാമിലി മോഡാണ് ഇനി അങ്ങോട്ട്. ഓൺ ഹൗസ് ഒരു ഡ്രീമാണ് എല്ലാവരുടെയും, ഒരു വീട് എന്നുള്ളത്. അപ്പോൾ ഒരു വീട്, നിങ്ങളുടേതായിട്ടുള്ളൊരു കംഫർട്ടബിൾ സ്പേസ്. അപ്പം എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ. താങ്ക് യു ചേച്ചി ചേട്ടാ. ഇതാണ് ഇവിടുത്തെ ലിവിംഗ് റൂം. ആൻഡ് ഇവിടെ മെയിൻ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ഗ്ലോസി ടൈൽസ് ആണ്. ആൻഡ് അതിൽ ഇവർ കൊടുത്തിട്ടുള്ളത് ഒരു ബ്രൗൺ ആൻഡ് ഗോൾഡ് ബ്ലെൻഡിൻ്റെ ലൈൻസ് ആണ്. ആക്ച്വലി ഈ ഒരു വൈറ്റ് കളർ വന്നത് ഇറ്റ് റിയലി ഓപ്പൺസ് അപ്പ് ദ സ്പേസ്. ആൻഡ് ഇതിൽ ഡീറ്റെയിലിംഗ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഗോൾഡ് ആൻഡ് ബ്രൗൺ ബ്ലെൻഡിൻ്റെ ലൈൻസ് ഇറ്റ് ആക്ച്വലി ആഡ്സ് ദ ക്യാരക്ടർ ഓഫ് ദ ടൈൽ. ആൻഡ് ഗ്ലോസി ടൈൽ ആയതുകൊണ്ട് തന്നെ ഈ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു മൊത്തം സ്പേസിന് ഒരു ക്ലീൻ ആൻഡ് ബ്രൈറ്റ് ഫീൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ആ ഒരു ഗോൾഡൻ ലൈൻസും കൂടി ആകുമ്പോൾ ഇറ്റ് ആഡ്സ് ദ സർട്ടൽ ലക്ഷറി ഓഫ് ദ ഹോൾ സ്പേസ്. ഇവരിവിടെ ലിവിംഗ് റൂമിൽ ഫർണിച്ചറായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു ടോഫി ബ്രൗൺ വുഡ് ഫിനിഷിലുള്ള കളർ പാലറ്റാണ്. ഇവിടെ ഇരുന്ന് സോഫാസ് ആവട്ടെ ഒരു ടോഫി ബ്രൗണും, അതുപോലെ ഇവിടുത്തെ TV യൂണിറ്റിൽ ഒരു വുഡ് ഫിനിഷുമാണ്. ആൻഡ് ഇവിടുത്തെ ഡിവൈൻ സ്പേസ് ആയിട്ടുള്ള പ്രെയർ യൂണിറ്റ് വരുന്നത് ഒരു വൈറ്റ് ആൻഡ് ഗോൾഡൻ ഫിനിഷിലാണ്. ആൻഡ് ഈ റൂമിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസ് എന്ന് പറയുന്നത് അത് ഈ ക്ലോക്കാണ്. ഇതാണ് ഇവിടുത്തെ താഴത്തെ ടോയ്ലറ്റ്. ആൻഡ് ദിസ് ടോയ്ലറ്റ് കണ്ടിന്യൂസ് ദ സെയിം തീം. ഇവിടെ വൈറ്റ് ടൈൽസ് ആണ്, ഗ്ലോസി ഫിനിഷിലുള്ള വൈറ്റ് ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിലൊരു ഗോൾഡൻ ആൻഡ് എ ബിറ്റ് ഓഫ് ഗ്രേ ടെക്സ്റ്റേഴ്സ് ആണ് വന്നിട്ടുള്ളത്. സെയിം കൺസിസ്റ്റൻസി ആൻഡ് വെരി വെൽ തോട്ട് ഔട്ട്. ലിവിംഗ് റൂമിലും ഹോൾവേയിലും കൊടുത്തിട്ടുള്ള സെയിം ടൈൽസ് തന്നെയാണ് ഇവരിവിടെ കിച്ചണിലും യൂസ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം ഈ സെയിം ടൈൽസ് ആണ്. വൈറ്റ് ആയതുകൊണ്ടും ഗ്ലോസി ഫിനിഷ് ആയതുകൊണ്ടും ഈ ഒരു ടൈൽ ഇടുമ്പോൾ ഈ ഒരു മൊത്തം സ്പേസിനെ കൂടുതൽ സ്പേഷ്യസും ബ്രൈറ്ററായിട്ട് അത് മാറ്റുന്നു. ആൻഡ് ഈ സെയിം ടൈൽ തന്നെയാണ് ഇവരിവിടെ സ്പ്ലാഷ് ബാക്ക് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്യാബിനറ്റ്സിനോട് വളരെയധികം കോൺട്രാസ്റ്റ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സ്പേസിൻ്റെ ആ ഒരു ബ്യൂട്ടി കുറച്ചധികം എടുത്തു കാണിക്കുന്നുണ്ട്. ആൻഡ് ഇവരിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫേർണിച്ചർ, ഈ ഒരു ഡൈനിങ് ഏരിയയിൽ വന്നിട്ടുള്ള ഈ ഒരു ചെയേഴ്സ് ആണെങ്കിൽ ഒരു ഗ്രേ ഫിനിഷിലും, അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണിത്. ഇത് മൊത്തം ഈ ഒരു കിച്ചൻ്റെ ലുക്കിനെ വളരെയധികം എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ദേ കെപ്റ്റ് ദ ബേസ് സിമ്പിൾ വിത്ത് വൈറ്റ് ബട്ട് എലവേറ്റഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി വിത്ത് ഗോൾഡൻ ആക്സെൻറ്റ്സ്. ഇവിടെ സ്റ്റെയർ കേസിന് യൂസ് ചെയ്തിട്ടുള്ളത് അയർലൻഡിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്റ്റെപ്സ് ആണ്. ആൻഡ് ഇവിടെ സ്റ്റെപ്പ് റൈസേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ള സെയിം ടൈലാണ്. ഇവിടെ സ്റ്റെപ്പ് റെയിൽസിനോട് മാച്ച് ചെയ്യുന്ന സെയിം കളർ തന്നെയാണ് സ്റ്റെപ്സിനും ഇവർ ചൂസ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ബട്ട് സ്റ്റൈലിഷ്. ഇതെല്ലാം കൂടി കൊടുക്കുന്നത് ഒരു എസ്തെറ്റിക് ആൻഡ് ക്ലിയർ ഫിനിഷ് ആണ്.
ഫസ്റ്റ് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് ലാമിനേറ്റഡ് ഫ്ലോറിംഗ് ആണ്. താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഗോൾഡ് ആൻഡ് വൈറ്റ് പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു തീമിനോട് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വുഡ് ഫിനിഷിലുള്ള സെവില്ലി ഓക്കാണ് ഇവരിവിടെ ലാമിനേറ്റഡ് ഫ്ലോർ ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ കോമൺ ബാത്റൂം ആൻഡ് ദ സെയിം തീം കണ്ടിന്യൂസ്. ഇവിടെ ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലോസി ഫിനിഷിലുള്ള വൈറ്റ് ടൈൽസ് ആണ്. ആൻഡ് ഇവിടെ വന്നിട്ടുള്ള ഡിസൈൻസ് ഗോൾഡൻ ആൻഡ് ബ്രൗൺ ടെക്സ്റ്റേഴ്സിലുള്ള ഒരു പ്രത്യേക ഡിസൈനാണ്. ഇറ്റ്സ് ആക്ച്വലി വൈറ്റ് ബേസ് ആൻഡ് ഗോൾഡ് ഡിസൈൻ, സിമ്പിൾ ആൻഡ് ഈസി ഓൺ ദി ഐസ്. ഇതാണ് ജാക്സൺ ചേട്ടൻ്റെയും ആൻസി ചേച്ചിയുടെയും ഹോം സ്റ്റോറി. മറ്റൊരു ഹോം സ്റ്റോറിയുമായി ഐ വിൽ ബി ബാക്ക്. Till then, this is me, Alaina, signing off from Framex Home Stories.